ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വലിയ ലോങ് വീഡിയോ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായിട്ട് ചെയ്യാമെന്ന് ഞാൻ രാവിലെ വിചാരിച്ചിട്ടുണ്ടായിനി. അപ്പോഴേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പം 2-3-4 ദിവസമായിട്ട് ചൂട് എന്ന് പറഞ്ഞാൽ അതി പീക്കാണ് ചൂട്. തീ പോലെ പൊള്ളുന്നുണ്ടായിനി. നമ്മളിങ്ങനെ ഫുൾ ടൈം വേർത്തൊഴുകുന്ന ചൂടാണ്. അപ്പോൾ അതിനൊരു ശമനം പോലെ ആയിരുന്നിരിക്കണം. ഇന്നൊരു മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ പെയ്തിട്ടുള്ളത്. കുട്ടികളെല്ലാം കണ്ട മഴവെള്ളത്തിൽ കളിക്കുന്ന മഴയത്ത്. കാരണം അത്രയ്ക്ക് ചൂടാകും, നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലോ പുറത്തോ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. ഒന്ന് പുറത്തിറങ്ങാനും കൂടി പറ്റുന്നില്ല. ഫുള്ളിങ്ങനെ ഒഴുകിയെന്ന് പറയൂലേ. ഈ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മളെ നാട്ടിലത്തേലും. പക്ഷെ ഇത് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഹ്യൂമിഡിറ്റി ആയിട്ട് നമ്മളിങ്ങനെ വേർത്തൊഴുകും. ഒരടുക്കളയിലെല്ലാം പോയി എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് വരുമ്പോഴേക്ക് നമ്മൾ ബനിയനെല്ലാം പിഴിഞ്ഞെടുക്കുക, അങ്ങനെ വെള്ളമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിനി. പക്ഷെ മഴ പെയ്താലും ഇവിടെ ചൂട് കൂടുക ചെയ്യില്ല. അപ്പോൾ മഴയത്ത് ഞാനും ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിനി. പക്ഷെ മഴ കൊള്ളാനൊരു പേടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വിചാരിച്ചിന് ഒരു മോമോസ് ഉണ്ടാക്കാമെന്ന്. ഗോതമ്പിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മറ്റേ മോമോസിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ഞാൻ ക്യാബേജും ഉള്ളിയും ക്യാരറ്റും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കുനുകുനാ ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്ത്. ഞാൻ അന്നേ പറഞ്ഞിട്ട് ഞാനൊരു ഇലക്ട്രിക്കിൻ്റെ ചോപ്പർ വാങ്ങിയിട്ടുണ്ടെന്ന്. അതിൽ ഇട്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ പച്ചക്കറിയിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയെല്ലാം വിതറിയിട്ടുണ്ട്. കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചിക്കൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ അതും കൂടി ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ചിക്കൻ മോമോസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, മൈദപ്പൊടിയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മൾ മോമോസിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഗോതമ്പിൻ്റെ ഉണ്ടയിൽ ഒരു ചിക്കൻ ഫില്ലിങ് വെച്ച പോലത്തെയാണ്. എനിക്ക് ഗോതമ്പ് മാവിന് കുഴക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ ഗൈസ്. അവിടെ ഞാൻ ഈ ചപ്പാത്തിയും പൂരിയും ആക്കാനേ മെനക്കെടാത്തെ. അപ്പോൾ എനിക്കിത് ഷേപ്പൊന്നും വരില്ല, എൻ്റെ മാവിൻ്റെ കുഴ ശരിയാവില്ല. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോമോസിൻ്റെ ഫില്ലിങ് ഞാൻ അതിലേക്ക് ചപ്പാത്തി പോലെ കുഞ്ഞ് റൗണ്ട് ആക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ അതിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം മോമോസിൻ്റെതുപോലെ കറക്റ്റായിട്ട് മടക്കാനൊന്നും പറ്റിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ആവിക്ക് വെച്ചെടുക്കണം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിനി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ടായിനി. മോശമില്ല അല്ലേ, എന്നാലും എൻ്റെ ഷേപ്പ്. അപ്പോൾ ഞാൻ ഇതിന് വെച്ചൊരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിതിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ് വേണ്ടത് ഗൈസ്. എൻ്റെ അടുത്ത് ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചില്ലി പൗഡറാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും വിനെഗറും ഒഴിച്ച് ഞാൻ മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തു. പിന്നെ ഇതൊന്ന് നല്ലോണം അതിനൊന്ന് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോഴേക്ക് എൻ്റെ മോമോസ് വെന്തിട്ടുണ്ടായിനി ഗൈസ്. മോമോസ് നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം ചെങ്ങായി ഭയങ്കര ഈലാന്ന് വരുന്നു, എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന മോമോസ് ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും വലിയ മോമോസ് ലവർ എൻ്റെ മോളാണ്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞാൽ എനിക്കൊരു തൃപ്തിയാവുമല്ലോ. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫില്ലിങ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് കുറച്ചൊരു കട്ടിയുണ്ട്. സാധാ മോമോസിൻ്റെ മൈദേനെ കൊണ്ടല്ലേ ഉണ്ടാക്കല്, അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് നെയ്യിലും. ബാക്കി ആ ചട്നി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിനി. അപ്പോൾ എൻ്റെ മോക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഗോതമ്പായാലും അതിൻ്റെ ടേസ്റ്റ് കേടൊന്നുമില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമായി, എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം ഗോതമ്പായതുകൊണ്ട് കുറച്ച് ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.